ഹലോ, അസ്സലാമു അലൈക്കും. ടിക്ടോക്ക് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ക്ലൗഡ് ബ്രെഡ് എന്നാണ് ഇതിൻ്റെ പേര്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രെഡാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടി ഇവിടെ 3 മുട്ടയുടെ വൈറ്റ് മാത്രം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ യെല്ലോ പാർട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല. മീഡിയം സൈസിലുള്ള 3 എഗ്ഗാണ് എടുത്തത്. ഇനി ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ വിസ്ക് ഉപയോഗിച്ചിട്ടോ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ബീറ്റ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പൊടിക്കാത്ത ഷുഗർ തന്നെയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം നല്ല പോലെ ഒന്ന് ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.25 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ഒരു ഡ്രോപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ലൊരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിലുള്ള കളർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കളർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കളർ കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതാണ്. നമ്മളിതിങ്ങനെ മറിക്കുന്ന സമയത്ത് ഇതിൽ നിന്ന് ചാടാൻ പാടില്ല. നമ്മളിത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കേക്ക് ടിന്നിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കേക്ക് ടിന്നിൻ്റെ സൈഡിലെ റിങ് എടുത്ത് മാറ്റുന്നുണ്ട്. നമുക്കിത് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ ആവശ്യമില്ല. നമുക്ക് സാധാ നോർമൽ സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഒക്കെ പ്ലേറ്റിൽ ചെയ്തെടുത്താലും മതി. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു ഡോമിൻ്റെ ആകൃതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുള്ള പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം നമുക്ക്. ഇനി കേക്കൊക്കെ ബേക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒരു 30 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഇത് നല്ല പോലെ പൊങ്ങി വരും. ഇത് ലിഡിൽ വരെ മുട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ലിഡ് ഓപ്പൺ ചെയ്ത സമയത്ത് ഒന്ന് താഴ്ന്നു പോയതാണ്. ഇപ്പോഴിത് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഒന്ന് ചൂടാറിയതിന് ശേഷം ബേക്കിലെ ബട്ടർ പേപ്പറൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ ക്ലൗഡ് ബ്രെഡ് ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. പിങ്ക് ബ്ലൂ കളറൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എഗ്ഗിൻ്റെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് ഇഷ്ടമാവും. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും പുതിയ റെസിപ്പിയുമായി വരാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.